മലയാളികൾക്ക് മേൽക്കോട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചെയ്യാനുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്താണെന്ന് അറിയാമോ? ഒരു HD 150 പിക്സൽ ആക്ഷൻ ക്യാമറ, അതായത് വൈബിൻ്റെ ആക്ഷൻ ക്യാമറയാണ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഒരു ക്വാളിറ്റി, നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു പോയി. മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളും റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോയിൽ നടക്കുന്നത് നിങ്ങൾ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. നല്ല പാക്കേജിങ്ങിലാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ നമുക്ക് കിട്ടുന്നത്. നല്ല ഇവിടെ എഴുതുന്നത് HD 150 പിക്സൽ ആക്ഷൻ ക്യാമറ എഴുതുന്നത്. വൈബിൻ്റെ ബ്രാൻഡിങ്ങും ഉണ്ട്. പിന്നെ 16 MB ആണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. വീഡിയോ 180 പിക്സൽസ് ആണ് വരുന്നത്. പിന്നെ വരുന്നതാണ് നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ ഈ പെട്ടിക്കുന്നുണ്ട്. പിന്നെ നല്ല സൈഡ് നല്ല ഡിസ്പ്ലേ വാൾപേപ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്നാൽ 1 hour റെക്കോർഡിംഗ് ഉണ്ട്. 180 പിക്സൽ HD വീഡിയോ, 118 ഡിഗ്രി ലെൻസും ഉണ്ട്. പിന്നെ 2 inch LCD ഡിസ്പ്ലേ, വൈഫൈ എനേബിൾഡ് ആണ്. പിന്നെ തോന്നുന്നത് വൈഡ് ആംഗിൾ ലെൻസ് വ്യൂ ആണ്, LCD ഡിസ്പ്ലേ. ഇതിനകത്ത് 32 GB വരെയുള്ള മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. പെട്ടിക്കല്ല് വെക്കാം. ഇതാണ് ആക്ഷൻ ക്യാമറ. ഇതിങ്ങോട്ട് വെക്കാം. സ്റ്റാപ്പാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാപ്സ് ആണ്. 4 കിട്ടുന്നുണ്ട്. പിന്നെ ബൈസൈക്കിൾ മൗണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് കേസാണ് വരുന്നത്. പിന്നെ ഒരു ട്രൈപോഡ് മൗണ്ട് കിട്ടുന്നു. ട്രൈപോഡ് അല്ല, ബൈസൈക്കിൾ മൗണ്ടിൻ്റെ ബാക്കി പാർട്സാണ്. ഇത് ട്രൈപോഡ് മൗണ്ടിൻ്റെ വേറൊരു പാർട്സാണ്. ഇത് പിന്നെ നമ്മുടെ മൈക്രോ USB കേബിളാണ്, Type C അല്ല. പിന്നെ വരുന്നത് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. വൈബർ പിന്നെ യൂസർ മാനുവലാണ്. നല്ല നീളത്തിലുള്ള യൂസർ മാനുവൽ കിട്ടുന്നത്. നമുക്ക് നമ്മുടെ എയർപോർട്ടൊക്കെ എന്ത് അൺബോക്സ് നീളത്തിലുള്ള യൂസർ മാനുവൽ ഞാൻ പ്രതീക്ഷിക്കാറില്ല കിട്ടിയാണ്. ഞാൻ ഇതൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ടാണ്. പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറ അവിടെ ഉണ്ട്. ഞാൻ മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസിൽ നിന്ന് പുറത്തെടുക്കാം. അത് വാട്ടർ പ്രൂഫ് ആണ്. ഇവിടെ എത്ര വെള്ളത്തിൽ കിടന്നാലും പ്രശ്നമില്ലാന്നാണ് കമ്പനി പറയുന്നത്. ഇതാണ് സംഭവം. ഇത് നമ്മുടെ HD ക്യാമറ ആണ്. ഇത് HD ക്വാളിറ്റിയിലാണ്. HD എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അല്ല ഗായ്സ്, അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. HD പറഞ്ഞാൽ ക്വാളിറ്റി അല്ല, ഹൈ ഡെഫിനിഷൻ എന്നാണ് HD ഫുൾ ഫോം. HD എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിക്സൽസ് റേഞ്ചിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാണ്ട് ക്വാളിറ്റിയെ പറ്റിയല്ല HD എന്ന് പറയുന്നത്. നമുക്ക് ഓൺ ചെയ്യാം. മോഡ് ബട്ടണിൽ 2 സെക്കൻഡ് അമർത്തി വെച്ചത് ഓണാണ്. ഇവിടെ ഒരു OK ബട്ടൺ ഉണ്ട്, ഇവിടെ സ്ലൈഡ് ബട്ടൺ ഉണ്ട്. പിന്നെ മൈക്രോ USB കണക്ട് ചെയ്യാനുള്ളത്, പിന്നെ എന്തെങ്കിലും നമ്മുടെ മൈക്രോ SD കാർഡ് ഇടാനുള്ളതും, പിന്നെ ഒരു ബാറ്ററി സ്ലോട്ടാണ്. റിമൂവൽ ബാറ്ററി ആയതുകൊണ്ട് സുഖമാണ്. നമുക്ക് കേടുവന്ന ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ബാറ്ററി നമുക്ക് പുതിയത് വാങ്ങിയിടാൻ പറ്റുന്നതാണ്. നമുക്ക് 4 മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. മെമ്മറി കാർഡ് ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. മെമ്മറി കാർഡ് ഇൻസേർട്ടായി. ഓക്കെ, നല്ല ക്വാളിറ്റി കറണ്ട്. ഞാൻ വീഡിയോ എടുക്കട്ടെ. വീഡിയോ എടുത്താണ്. വീഡിയോ എടുത്തു. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് വാട്ടർ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കേസാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം. ഫോൺ അതിൻ്റെ കമ്പാരിസൺ ആപ്ലിക്കേഷനായ GoPlusCam എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഞാനത് ഓപ്പൺ ചെയ്യണം. തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈഫൈ എനേബിൾഡ് ചെയ്യാൻ സ്ലൈഡ് ബട്ടണിൽ മുകളിലോട്ടുള്ള ബട്ടൺ അമർത്തിയാൽ മതി. വൈഫൈ എനേബിൾഡായി. അതുകൊണ്ട് ക്യാമറ ഇവിടെ വെച്ചു. സെർച്ചിങ് ആണ്. ഫോൺ സെർച്ചിങ് ഫോർ വൈഫൈ നെറ്റ്വർക്ക് എന്നാണ് കാണിക്കുന്നത്. കണക്റ്റഡായി. ഓക്കെ, ഇതിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. കണക്റ്റിങ്. ഓക്കെ, വൈഫൈ എനേബിൾഡ്. എൻ്റെ കമ്പ്യൂട്ടറൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, എൻ്റെ കമ്പ്യൂട്ടർ ഇങ്ങോട്ടൊക്കെ എന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ക്യാമറേനാണ് കാണുന്നത്. നമുക്ക് കാണുന്നത് നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ പൈസയ്ക്ക് വേണ്ട ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ പൈസ പറയാൻ മറന്നു. 2000-ൻ്റെ 3000-ൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പൈസ വരുന്നത്. എനിക്ക് എത്ര അറിഞ്ഞൂടാ. നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത നേരത്തെ എടുത്ത കുറച്ച് വീഡിയോ സാമ്പിൾസ് ഒന്ന് നോക്കി നോക്കാം. നേരത്തെ നമ്മൾ എടുത്ത വീഡിയോ ഇവിടെ നോക്കി നോക്കട്ടെ. ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒക്കെ ഉണ്ട്, പക്ഷേ അത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുപ്പിക്കും. കുറച്ച് ടൈം എടുക്കും. ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് ഇത് കൈ പിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടില്ല, പക്ഷേ ഇതിനകത്ത് മൈക്രോഫോൺ ഇൻബിൽഡ് ഉണ്ട്. അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ, എനേബിൾ ചെയ്യാൻ, അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 2 inch ആണ് ഇതിൻ്റെ LCD ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ബാക്കിൽ വേറെ വരുമ്പോൾ മോഡ് ബട്ടൺ, OK ബട്ടൺ, സ്ലൈഡ് ബട്ടൺ അത്രയേ ഉള്ളൂ. പിന്നെ നല്ല കുറച്ച്
അല്ല തടി കൂടുതലാണ് ക്യാമറയ്ക്ക്. പിന്നെ കാരണം എൻ്റെ ബാറ്ററി കുറച്ച് വലുതാണ്. ഈ ബാറ്ററി ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ബാറ്ററി ഇതാ നല്ലൊരു ബാറ്ററിയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇല്ലേ നല്ല തടിയുള്ള ബാറ്ററിയാണ്. നല്ല ക്വാളിറ്റി ബാറ്ററിയാണ് ഇതിൻ്റെ കമ്പനി നമുക്ക് തരുന്നത്. നമുക്ക് ഞാൻ തിരിച്ച് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തു. ഡോണായിട്ട് മൂന്ന് ബട്ടണിൽ 2 സെക്കൻഡ് അമർത്തി ഇട്ടത് ഓണാവുന്നതാണ്. ഇത് ഓണായി. 3 ബട്ടണിൽ ഓണായിക്കാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 2 ഹവറാണ്. 1 മണിക്കൂറാണ് റെക്കോർഡിങ് ടൈം. പിന്നെ അതിനകത്ത് കുറേ മൗണ്ട്സ് വരുന്നുണ്ട്. ഈ മൗണ്ട്സൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നതാണ്. ട്രൈപോഡ് മൗണ്ട് ഉണ്ട്. ഈ മൗണ്ടിൽ നമുക്കിതാ ഇങ്ങനെ ഇട്ട് വെക്കാവുന്നതാണ്. എങ്ങനെയാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ വേറെ ചാനൽസിനൊക്കെ പോയി നോക്കേണ്ടി വരും. ഇങ്ങനെ കേസ് ഇട്ടിട്ട് നമ്മുടെ ട്രൈപോഡിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കൊക്കെ തരുന്ന ഒരു ക്യാമറയാണ്. ഈ പൈസയ്ക്ക് കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനപ്പുറം വരെ തരുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ട എല്ലാം അവർ തരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ക്യാമറ എന്ന് പറയാം. പക്ഷേ അല്ല, അതിൻ്റെ കുറച്ച് പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പോരായ്മ പറഞ്ഞാൽ എൻ്റെ ട്രൈപോഡിന് ഇത് പറ്റുന്നില്ല. കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറാനാണ്. ട്രൈപോഡ് ടൈറ്റ് ആവുന്നില്ല. ഉള്ളിലോട്ട് ലൂസാണ്. ഉള്ളോട്ട് ഇത് സ്ക്രൂ കയറാനുള്ള പാകത്തിനല്ല, അത് കുറച്ച് ലൂസാണ്. പിന്നെ വേറെ പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ HD ക്വാളിറ്റിയുള്ള വീഡിയോസ് നമ്മൾ എടുക്കുമ്പോഴും, പക്ഷേ തിരിച്ചത് നമ്മുടെ ഫോണിലേക്കൊക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫോണിൽ പിക്സൽസ് ക്വാളിറ്റിക്ക് കിട്ടില്ല. ക്വാളിറ്റി എല്ലാം പിക്സൽസ് എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറ്റില്ല. ഇത് നമുക്ക് ഈ മൈക്രോ USB കേബിൾ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഈ വീഡിയോ ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് ആക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ കൈയാണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ കൈയാണ്. ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്ത് കൂടിപ്പോയി. അത് ക്ഷമിക്കണം. ആ ലെങ്ത് കൂടി പോയത് കാരണം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇനി ഒരു പാർട്ടും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ആക്സസറീസൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറ്റിയിട്ട്. പിന്നെ ഞാൻ ഇതിലൂടെ എടുത്ത കുറച്ച് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഞാൻ സാമ്പിൾസ് ആയിട്ട് ഇതിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാറുള്ള ബെല്ലൈക്കൺ നമുക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്കും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്തോളം പ്രശ്നമൊന്നുമില്ല. പിന്നെ എൻ്റെ പുതിയ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ സ്ഥിരം ബാക്ക്ഗ്രൗണ്ട്. ഇത് ഇക്യൂവിന് മാറ്റമില്ല. പിന്നെ ഞാനിപ്പോൾ മൈക്കൊക്കെ ഒഴിവാക്കി. ഞാനിപ്പോൾ സോണിയിലെ ക്യാമറയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈക്രോഫോണൊക്കെ ഒഴിവാക്കി. അതിൽ മൈക്ക് കണക്ട് ചെയ്യാനാവില്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സൗണ്ട് എനിക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇത് ഞാൻ വാങ്ങണം എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം എന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിയാൽ മാത്രം മതി. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിലാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഞാൻ ഇപ്പോൾ ഇതിനെ റിവ്യൂ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങുക, അത്രേ ഉള്ളൂ. ഞാനതേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇത് വാങ്ങണം എന്ന് പറയാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങണം, മാത്രം വാങ്ങിയാൽ മതി. പിന്നെ ഇതിലും നല്ല വീഡിയോസുമായി ഇനിയും കാണുന്നവരെ ക്യാമറമാൻ കിച്ചുവിനോടൊപ്പം വിത്ത് മീ അമർനാഥ് സൈനിങ് ഔട്ട്.